ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ചത് ഇവിടെ ആയിരുന്നു. ഇതൊരു പെട്രോൾ പമ്പാണ്. ഏകദേശം ഇന്നലെ 6:30 ആയപ്പോൾ തൊട്ട് നമ്മൾ പെട്രോൾ പമ്പ് നോക്കിയിട്ട് അത് കഴിഞ്ഞൊരു 20 കിലോമീറ്റർ ചവിട്ടിയിട്ടാണ് നമുക്ക് പെട്രോൾ പമ്പ് കിട്ടിയത്. പരിചയപ്പെടാം. അവൻ നെയ്മ് ചെഞ്ചൻ. ഓക്കെ, താങ്ക് യു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലെ 8:30 ആയപ്പോൾ തന്നെ ഇന്നലെ പമ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബംഗാൾ കയറിയിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ തന്നെ സ്റ്റേ എടുത്ത് സേഫായിട്ടുള്ള സ്ഥലത്ത് സ്റ്റേ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ് ബംഗാൾ കയറിയപ്പോൾ തൊട്ട് നോക്കണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇന്നലെ 6 മണി വരെ സൈക്കിൾ ഓട്ടിയിട്ട് പമ്പ് നോക്കിയപ്പോഴേക്കും പിന്നെ പമ്പ് ഇവിടെ ഒന്നും കിട്ടാനുണ്ടായില്ല. പിന്നെ കിട്ടിയെന്ന് പറഞ്ഞാൽ 20 കിലോമീറ്ററും കൂടി കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഏകദേശം 8 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പമ്പിലെത്തിയത്. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഈ റോഡും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകുമ്പോഴേക്കും കൊൽക്കത്തയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണം. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ എന്തായാലും നേരത്തെ തന്നെ സ്റ്റേ ഒക്കെ എടുക്കും. കാരണം എല്ലാവരും നല്ല രീതിയിൽ തന്നെ നമ്മളോട് പെരുമാറണമെങ്കിൽ പോലും ചില ആൾക്കാരൊക്കെ ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ടെന്ന് വേറെ ഇവിടുത്തെ ആൾക്കാരുകളൊക്കെ തന്നെ പറയണുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പരമാവധി ഇന്നോട്ട് നേരത്തെ സ്റ്റേ എടുക്കണം. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ഈ വഴി കരൺപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 25 കിലോമീറ്റർ. അവിടെ നിന്നാണ് ഇനി കൊൽക്കത്തയിലേക്ക് തിരിയാനായിട്ടുള്ള വേറൊരു റൂട്ടും കൂടി വരും. അപ്പോൾ ആ റൂട്ട് തിരിഞ്ഞ് നമ്മൾ കൊൽക്കത്തയിലേക്കായിരിക്കും. അപ്പോൾ നമ്മൾ ബംഗാളിലൂടെ സൈക്കിള് ഓട്ടിക്കൊണ്ടിരിക്കണേ. ബംഗാളിൻ്റെ ഇന്നലെ കയറിയതാണ്. രാവിലെ തൊട്ടിട്ടുള്ള ആദ്യത്തെ ദിവസമാണ് ഇന്ന് മുഴുവൻ ബംഗാൾ. ഇനി ഒരാഴ്ച മേളിൽ നമ്മൾ ബംഗാളിൽ തന്നെ ആയിരിക്കുള്ളൂ. കാരണം കൊൽക്കത്ത പോയിട്ട് കൊൽക്കത്തയിൽ ആരെങ്കിലും കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. അവിടെ നിന്ന് കൊൽക്കത്ത മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് അവിടെ നമുക്ക് ഡാർജിലിങ്ങിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളിവിടെ ഒരു ചേച്ചിമാർ നടത്തുന്ന ഒരു ഹോട്ടൽ കണ്ടായിരുന്നു. അപ്പോൾ ഹോട്ടലിൽ കയറിയിട്ട് റൊട്ടിയും അതുപോലെ തന്നെ ചന്ന മസാലയും പറഞ്ഞിട്ടുണ്ട്. രാവിലെ അപ്പോൾ മിക്കടുത്ത് ഇപ്പോൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴേക്കും നോൺ വെജൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഹോട്ടൽ കണ്ടപ്പോഴേക്കും കയറിയത്. എന്തായാലും നല്ല രസമുണ്ട് ഹോട്ടൽ കാണാൻ. ഇരിക്കാനാണെങ്കിൽ നല്ലൊരു ആംബിയൻസ്. കുട്ടൂസിൻ്റെ പുറത്തിരിക്കാനുണ്ട്. അങ്ങനെ ഇപ്പോൾ ഏകദേശം സമയം എന്ന് പറഞ്ഞാൽ 12 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈവേ കാണുന്നത് ബംഗാളിലാണ്. ഇനി ഇവിടുന്ന് കൊൽക്കത്തയിലേക്ക് 132 കിലോമീറ്റർ റൈറ്റിലേക്കാണ് കാണിക്കണം. അപ്പോൾ ഈ റോഡ് നേരെ എത്തിയിട്ട് റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ടുണ്ട്. ലെഫ്റ്റിലോട്ട് നേരെ കിടക്കുന്ന ഹൈവേ എന്ന് പറഞ്ഞാൽ കൊൽക്കത്ത മുംബൈയിലോട്ടുള്ള ഹൈവേ ആണ്. അപ്പോൾ നമുക്ക് റൈറ്റിലേക്ക് കൊൽക്കത്തയിലേക്കുള്ള റൂട്ട് പോവാം. അപ്പോൾ മറ്റന്നാളൊക്കെ കൊള്ളിച്ചിട്ട് നമ്മൾ എന്തായാലും കൊൽക്കത്ത എത്തും. അപ്പോൾ മറ്റന്നാൾ നമ്മൾ കൊൽക്കത്തയിലായിരിക്കും. അപ്പോൾ അവിടുത്തെ ആരുടെയെങ്കിലും കോണ്ടാക്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിരുന്നു. കാരണം കുട്ടൂസിനെ അവിടെ വെച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് കൊൽക്കത്ത സിറ്റിയിലൊക്കെ ഒന്ന് കറങ്ങണം. അപ്പോൾ ലഗേജ് എല്ലാം ഇറക്കി വെച്ചിട്ട് നമ്മൾ കുട്ടൂസിനെ മാത്രമായിട്ട് ഇറങ്ങണമെങ്കിൽ നല്ല റിസോർട്ട് കൊൽക്കത്ത മൊത്തം കറങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ കോണ്ടാക്ട് ചെയ്യണുണ്ട്. ഇപ്പോൾ ഒരു കോണ്ടാക്ട് കിട്ടിയതിനകത്ത് വിളിച്ച് നോക്കണം. അപ്പോൾ ആ പുള്ളിക്കാരൻ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ പുള്ളിക്കാരൻ്റെ അടുത്തോട്ട് പോവാം. എന്തായാലും കൊൽക്കത്ത കയറിയിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് നേരമായിട്ട് ഇൻഡസ്ട്രിയൽ ഏരിയയിലായിരുന്നു. അത് കാരണം നിറയെ കമ്പനികളും പിന്നെ പുതിയൊരു ടെക്നോ പാർക്കൊക്കെ വന്നതിൻ്റെ ഫുള്ള് കൺസ്ട്രക്ഷനൊക്കെ ആയിരുന്നു അവിടെ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും വണ്ടികളൊക്കെ ആണെങ്കിലും അങ്ങനത്തെ കുറച്ച് തിരക്കുകളാണ്. കുറച്ചും കൂടി പോയി ഗ്രാമങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാൽ വളരെ അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അടുത്തൊരു കമ്പനി വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ടാറ്റ ഹിറ്റാച്ചി വലിയ കമ്പനിയാണ്. അപ്പോൾ ഇതേപോലെയുള്ള കുറേ കമ്പനികളായിരുന്നു ഇപ്പോൾ നമ്മൾ വന്നപ്പോഴും കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെയും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യണത്, ലോക്കൽസ് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യണത് നമ്മുടെ കുട്ടൂസാന പോലത്തെ സൈക്കിൾ തന്നെ കേട്ടോ. കുറേ പേര് സൈക്കിൾ ഓട്ടി പോകണതാണ്. ഇപ്പോഴാണെങ്കിലും ഇവിടുത്തെ പെണ്ണുങ്ങളാണെങ്കിലും കൂടുതൽ സൈക്കിൾ തന്നെയാണ് ലോക്കൽസ് യൂസ് ചെയ്യണത്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണ വഴിയിലും കാണാൻ വേണ്ടി നല്ല രസം തന്നെയാണ്. ഇവിടെ ബംഗാൾ കയറിയപ്പോൾ ഇതിൽ ഫുള്ള് നെൽകൃഷികൾ തന്നെയാണ് ഈ ഭാഗത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃഷി എന്ന് പറഞ്ഞാൽ
ക്ലൈമറ്റ് ആണെങ്കിൽ ഇപ്പോഴത്തെ വലിയ കുഴപ്പമില്ല. കുറച്ച് നേരം മുമ്പ് ചെറുതായിട്ടൊന്ന് മഴ പെയ്തായിരുന്നു, അപ്പം തന്നെ മഴ പോയി. വലിയ ചൂടൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ കോണ്ടാക്റ്റിൽ ഞാൻ മെസ്സേജ് അയച്ച് നോക്കിയായിരുന്നു. അപ്പോൾ ആ ചേട്ടനൊരു സൈക്ലിസ്റ്റാണ് കൊൽക്കത്തയിലുള്ളത്. അപ്പോൾ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് നമ്മൾക്ക് ലൊക്കേഷൻ. അപ്പോൾ ഒന്നും കൂടി ചാറ്റ് ചെയ്ത് നോക്കിയിട്ട് ലൊക്കേഷൻ മേടിക്കാം. എന്നിട്ട് വേണം അങ്ങോട്ട് ഇനി എന്തോരം കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കാനായിട്ട്. കൊൽക്കത്തയിലേക്ക് ഇനി ഇവിടുന്ന് 135-136 കിലോമീറ്ററൊക്കെ മാത്രമേ ഉള്ളൂ. അങ്ങനെ ബംഗാളിൽ വന്നിട്ടും വെള്ളത്തിന് ക്ഷാമമൊന്നുമില്ല കേട്ടോ. വെള്ളം ഇപ്പോൾ ഞാൻ ഹൈവേ കൂടി പോകാൻ നേരത്ത് കടകളൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരുന്ന വെച്ചാൽ ഉള്ളിലോട്ടൊരു ടൗൺ ചെറിയൊരു കടകളൊക്കെ കണ്ടപ്പോൾ ഇങ്ങോട്ട് കയറിയതാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ വെള്ളം ഫുൾ ടൈം ഇങ്ങനെ വന്നിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ കുടിവെള്ളമാണ്, നല്ല വെള്ളമാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് ഇപ്പോൾ വെള്ളമൊക്കെ ഫില്ല് ചെയ്തത്. അതുപോലെ തന്നെ ഈ കടയിൽ കയറിയിട്ടാണ് ചെറിയ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിക്കാമെന്ന് വെച്ച് വന്നത്. അപ്പോൾ ആ ചേട്ടൻ തന്നെ പറഞ്ഞു കുടിവെള്ളമാണെങ്കിൽ ഇത് നല്ല വെള്ളമാണെന്ന് പറഞ്ഞാൽ നമ്മളപ്പോൾ ഈ പൈപ്പിൽ നിന്ന് വെള്ളമൊക്കെ ഇനി ഫില്ല് ചെയ്തിട്ടുണ്ട്. മുഖമൊക്കെ കഴുകി ഫ്രഷായി ഇനി പോകാനുള്ളതെന്ന് പറഞ്ഞാൽ ആ ഹൈവേയിലൂടെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ കാണുന്ന ഷെഡിൻ്റെ ഉള്ളിൽ കുറച്ച് പോലീസുകാരെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നീല കളറിലെ യൂണിഫോമാണ് ഇവിടുത്തെ ആ പോലീസുകാരുടെ. വന്നപ്പോഴേക്കും കൈവക്കി കാണിച്ച അവരുടെ കമ്പനിയൊക്കെ ഏതായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ വഴിയിലാണ് പോകാനായിട്ടുള്ളത്. കുറേ നേരമായിട്ട് ഹൈവേ കൂടി വന്നപ്പോഴേക്കും പെട്ടെന്ന് വെള്ളമൊന്നും കിട്ടാനുള്ള കടകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് നമ്മൾ ആ വഴി പെട്ടെന്ന് താഴത്തോട്ടൊരു ഷോപ്പുകളൊക്കെ കണ്ടപ്പോഴേക്കും അങ്ങോട്ട് പോയതാണ്. എന്തായാലും നല്ല ആൾക്കാരൊക്കെ തന്നെ ഉണ്ടോ. കടയിൽ വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ട്. ഞാൻ പെട്ടെന്ന് ടാപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളം ചേട്ടൻ കുടിക്കാനായിട്ടുള്ളതാണ്. അന്ന് അവിടെ നിന്ന് നല്ല വെള്ളമാണ് എടുത്തോന്ന് പറഞ്ഞ് എന്തായാലും ടാപ്പ് കിട്ടിയത് നന്നായി. നമ്മളൊന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷായി. ഇനിയിപ്പോൾ എന്തായാലും ഒരു 10-15 കിലോമീറ്റർ സിമ്പിളായിട്ട് സൈക്കിൾ ഓട്ടി പോകാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത വെള്ളം ഫില്ല് ചെയ്യണം. അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോഴേക്കും വീണ്ടും പെട്ടെന്ന് നല്ലൊരു മഴക്കാറ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്താണ് വന്നേക്കണം. അപ്പോൾ പരമാവധി പെട്ടെന്ന് തന്നെ പോകണമെങ്കിൽ നമുക്ക് മഴ കൊള്ളാണ്ട് അടുത്ത ഭാഗത്തോട്ട് എത്താം. ഇപ്പോൾ രാവിലെ ഇതുപോലെ തന്നെയായിരുന്നു. പെട്ടെന്ന് ഒരു മഴക്കാറെന്ന് വെച്ചാൽ കുറേ നേരം പെയ്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ പോകണ വഴിക്ക് ചെറുതായിട്ടൊന്ന് മഴ കിട്ടി. അപ്പം തന്നെ ആ മഴയും പോയി. ഇപ്പോൾ അടുത്ത് അതേപോലെ തന്നെ മഴക്കാറ് വന്നിട്ടുണ്ട്. അത് കാരണം തന്നെ വെയിൽ അടിക്കണില്ല, നല്ല കാറ്റും വന്നിട്ടുണ്ട്. തണുത്ത കാറ്റായത് കൊണ്ടിട്ട് നല്ല രസമുണ്ട് സൈക്കിളോട്ട്. ഇത്രയേരം നല്ല ചൂടുണ്ടായിരുന്നു, ഇപ്പം ആ ചൂടും പോയി കിട്ടി. അങ്ങനെ പെട്ടെന്നൊരു മഴയൊക്കെ കിട്ടിയിട്ട് ഞാനും കുട്ടൂസനും കൂടി അവിടെ ഒരു ഷെഡ് കിട്ടിയപ്പോൾ അവിടെ കയറി നിന്നായിരുന്നു. എന്നിട്ട് മഴ മാറിക്കഴിഞ്ഞപ്പോഴുള്ള ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഈ കാണുന്നത്. നേരെ അറ്റത്ത് ഒരു മഞ്ഞ കളറിലെ മേഘവും അതുപോലെ തന്നെ ഇങ്ങോട്ട് ഫുള്ള് വലിയ മഴക്കാറ് വന്ന് നിൽക്കണുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത മഴ പെയ്യണതിന് മുമ്പ് ഏതെങ്കിലും ഷെഡ് കണ്ടുപിടിച്ചിട്ട് അവിടെ കയറി നിൽക്കണം. ഇന്ന് രാവിലെയൊക്കെ നല്ല ക്ലൈമറ്റ് തന്നെയായിരുന്നു. പിന്നെ പെട്ടെന്ന് മഴക്കാറ് വന്ന് മഴ പെയ്ത്. എന്നാലും അധികം നേരമൊന്നുമില്ല കേട്ടോ, കുറച്ച് നേരം മഴ പെയ്യൊന്നും പോവും. ഇടിവെട്ടൊക്കെ ഉണ്ട്. കാരണം വലിയ ടയേർഡൊന്നുമില്ല. കണ്ടിന്യൂ മഴയാണെങ്കിൽ നമുക്ക് പ്രശ്നമാണ്, കാരണം നമ്മുടെ ലഗേജൊക്കെ നനയും, പിന്നെ അത് ഉണക്കാനൊക്കെ പണിയാണ്. ഇതിപ്പോൾ ഇങ്ങനത്തെ മഴയാണ് നമുക്ക് എവിടെയെങ്കിലും കയറിക്കാനൊക്കെ സ്ഥലം കിട്ടണമെങ്കിൽ നല്ലതാണ് ക്ലൈമറ്റ്. കാറ്റും അടിക്കണുണ്ടാവും. അങ്ങനെ നമ്മൾ ഈ ഹൈവേയിലൂടെ വന്നിട്ടിരിക്കാൻ നേരത്ത് വീണ്ടും ചെറുതായിട്ട് മഴ കിട്ടി. നല്ല മഴക്കാറുണ്ട്, എന്നാലും ചെറിയ മഴയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഒരു മരത്തിൻ്റെ അടിയിൽ പെട്ടെന്ന് കയറിയിരിക്കാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കയറി കുറച്ച് നേരം ഇവിടെ റെസ്റ്റൊക്കെ എടുത്തിട്ട് വേണം ഇനി പോകാനായിട്ട്. അപ്പോൾ മഴ ഇപ്പോൾ തന്നെ മാറുമെന്ന് തോന്നുന്നു. ഇപ്പോൾ മഴക്കാറൊക്കെ ഉള്ളതെല്ലാം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ കൊൽക്കത്തയിലുള്ള ഒരു ചേട്ടനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായി, സൈക്ലിസ്റ്റ് ആയിട്ടുള്ള. അപ്പോൾ ആ ചേട്ടൻ നമ്മൾ അങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവിടുത്തെ ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഏകദേശം ഇവിടെ നിന്ന് ഇനി 110 കിലോമീറ്ററാണ് ആ ചേട്ടൻ അങ്ങോട്ട് കാണിക്കുന്നത്. നമുക്ക് കൊൽക്കത്തയിലേക്ക് വെറും 105 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നാളെ എത്താൻ പറ്റിയില്ലെങ്കിൽ മറ്റന്നാൾ ആ ചേട്ടൻ അവിടെ എത്തണമായിരിക്കും കൊൽക്കത്തയിൽ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലൊക്കെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണമെങ്കിൽ എനിക്ക് വളരെ ഉപകാരം തന്നെയാണ്.
പിന്നെ എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല കുറേ കാഴ്ചകൾ പറഞ്ഞിട്ടുള്ള വീഡിയോകൾ തന്നെ ആയിരിക്കും. നമ്മൾ കൊൽക്കത്ത പോയി കഴിഞ്ഞാൽ കൊൽക്കത്തയിൽ നിന്ന് പിന്നെ പോകണമെന്ന് പറഞ്ഞാൽ ഡാർജിലിങ്ങിലേക്കാണ്. ഡാർജിലിംഗിൽ നിന്ന് നമുക്ക് പരമാവധി നോക്കിയിട്ട് സിക്കിമും കൂടി കയറാനായിട്ടൊരു പ്ലാനുണ്ട്. സിക്കിം കയറിയിട്ടായിരിക്കും തിരിച്ച് നേപ്പാളിലേക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ വന്ന വഴിക്കാണ്ട് അടുത്തൊരു വിഷമിപ്പിക്കണ ഒരു കാഴ്ചയാണ് ഇത്. എന്ന് പറഞ്ഞാൽ ഒരു പശു മരിച്ചിട്ട് അതിനിവിടെ ആരോ കൊണ്ടുവന്ന് ഇട്ടേക്കണമെന്ന് തോന്നുന്നു. കാരണം അവിടെ ഒരു കയറൊക്കെ കിടക്കണുണ്ട്. അപ്പോൾ ആരെങ്കിലും വലിച്ചു കൊണ്ടുവന്നിട്ട് ഈ വഴീൻ്റെ അരികത്തൊക്കെ ആരില്ലാത്ത അവിടെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടിട്ട് പോകും. ഇപ്പോൾ എന്തായാലും ഇത്രയും വളർത്തിയിട്ട് ഇങ്ങനെ വഴി കൊണ്ടുവന്ന് ഇട്ടിട്ടും പോണത് പാവം. എന്തിലെങ്കിലും ഒന്ന് കുഴിച്ചെങ്കിലും ഇട്ടേച്ചെങ്കിലും നല്ലതായിരുന്നു. ഇതിപ്പോൾ വഴിയിൽ കിടക്കണോണ്ട് 2 ദിവസം കഴിയുമ്പോൾ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അത് കഴിയുമ്പോഴേക്കും പിന്നെ ഈ ഭാഗത്തൊക്കെ 2-3 ദിവസത്തേക്ക് നല്ല മണമായിരിക്കും. പാവം. അപ്പോൾ ഈ കിടപ്പ് കാണുമ്പോൾ നമുക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും വളർത്തി വലുതാക്കിയ ആളെങ്കിലും ഇതിനൊന്ന് ഇത്ര സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുഴിച്ചെങ്കിലും ഇട്ടേച്ചെങ്കിൽ അതിൻ്റെ ആത്മാവിനെങ്കിലും ഒരു ഇതിപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും വഴി കൊണ്ടുവന്ന് ഇട്ടിട്ട് അവർ പോയി. ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 5:30 ആയിട്ടുള്ളൂ. 5:30 ആയപ്പോൾ തന്നെ നമ്മളിന്നൊരു പമ്പ് നോക്കിയിട്ട് ഒരു പമ്പിൽ എത്തിപ്പെട്ട് എന്നിട്ട് നമ്മളിന്ന് ഇവിടെയാണ് ടെൻ്റ് അടിച്ചേക്കണത്. അപ്പോൾ ഇതാണ് പമ്പ്. പമ്പിനകത്താണെങ്കിൽ പാർക്കിംഗ് ഒക്കെ പുറത്തെ സൈഡിൽ കൂടി ആയതുകൊണ്ടിട്ട് നമുക്ക് വലിയ വണ്ടിക്കാരുടെ ശല്യമൊന്നും വരില്ല. നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള പമ്പാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ കുളിച്ചെല്ലാം കഴിഞ്ഞ് ടെൻ്റെല്ലാം ഇവിടെ അടിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് വെറും 100 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് കൊൽക്കത്തയിലേക്ക് പോകാനായിട്ടുള്ളത്. ആ കാണുന്ന ഹൈവേയിലൂടെയാണ് ഇനി കൊൽക്കത്തയിലേക്ക് പോകാനുള്ളത്. കൊൽക്കത്തയിൽ നമ്മൾ വിളിച്ച് രണ്ട് ലൊക്കേഷനൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ആയിരിക്കുള്ളൂ നാളെ യാത്ര. അപ്പോൾ വന്നപ്പോൾ ഇവിടെ മഴ ഉണ്ടായിരുന്നു. മഴ കൊണ്ടിട്ട് ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ്. ഇന്നലെയൊക്കെ ആണെങ്കിലും പമ്പിൽ വന്നിട്ട് ടെൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ രാത്രി നല്ല ചൂടായതുകൊണ്ട് കിടക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ മഴ തന്നെയാണ് നല്ലത്. മഴയത്താണെങ്കിൽ നമുക്ക് നല്ലോണം കിടന്ന് ഉറങ്ങാൻ വേണ്ടി സാധിക്കും, ചൂടൊന്നും ഉണ്ടാവുന്നു. അങ്ങനെ നമ്മളിവിടെ വന്നിട്ട് ചോദിച്ചു തന്നാൽ ഈ ചേട്ടനോടൊക്കെയാണ്. അപ്പോൾ ഈ ചേട്ടനാണ് നമ്മൾ ടെൻ്റ് അടിക്കാനൊക്കെ സഹായിച്ചതൊക്കെ. നമ്മൾ ടെൻ്റ് അടിച്ചതെന്ന് പറഞ്ഞാൽ അവിടെയാണ് മഴയുള്ളതുകൊണ്ടിട്ട് അവിടെ ഇട്ടാണ് ടെൻ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചേട്ടനൊക്കെ ഒന്ന് പരിചയപ്പെടാം. പൈസ नाम गौतम कुमार मंडल, मैं बिहार से हूँ. बिहार से इधर काम? अभी भैया यहाँ पे आए हैं और बोले कि हम रुकेंगे, तो मैं बोला ठीक है कोई बात नहीं, इधर रुकिए, कोई टेंशन नहीं है और आप आराम से रहिए. जब इच्छा तब आप यहाँ से जा सकते हैं, जब तक इच्छा है तब तक आप रह सकते हैं. ഓക്കെ, താങ്ക് യു. ഓ, ഇവിടെ ഒരു ബാപ്പയും കൂടെ ഉണ്ട്. नाम? ये बोलना नहीं पड़ेगा, ये बोलने नहीं पड़ेगा. ആ भरत है. ഭരത്. ഭരത് എന്നാണ് പേര്. ഓ ഭായ് സാബ് ഇധർ ही है? हाँ. नाम? नित्यानंद हल्दार. नित्यानंद. वो विलेज, वो जगह का नाम क्या है? इस जगह का नाम हाँ. पांचकुड़ा. पांचकुड़ा. पांचकुड़ा वेस्ट बंगाल. ये खड़गपुर से 70 किलोमीटर दूरी पे आके अभी ये रुके हैं. इधर कोलकाता अभी 80 किलोमीटर है और खड़गपुर से अभी ये 70 किलोमीटर आके बीच में स्टॉपिंग भैया किए हैं. और हम लोग ये ऐसा यूट्यूबर को देखते हैं तो अच्छा लगता है और खुशी होता है कि भैया केरला से आ रहे हैं. ये 90 दिन का टूरिस्ट में यहाँ तक अभी पहुँचे हैं और इधर से कोलकाता होते हुए भैया अभी नेपाल जाएंगे, फिर यूपी जाएंगे, अयोध्या, वाराणसी, ये सब घूमते हुए फिर वापस चले जाएंगे. ഓക്കെ, താങ്ക് യു. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. നാളത്തെ വിശേഷങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെയും ബൈ.